ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. മലയാളത്തിന്റെ ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന L2 എമ്പുരാൻ അടുത്ത മാസം മാർച്ച് 27 തീയതിയാണല്ലോ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. മോളിവുഡിന്റെ അടുത്ത വമ്പൻ പാനന്തൻ സിനിമ കൂടിയായ എമ്പുരാൻ തിയേറ്ററുകളിലേക്ക് എത്താൻ ഇനി കൃത്യം 50 ദിവസങ്ങൾ മാത്രം ബാക്കി. അടുത്ത മാസം അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയ്ക്കായിട്ട് ഇതിനോടകം തന്നെ ആവേശത്തോടെയാണ് ആരാധകരും മലയാള സിനിമാ ലോകവും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ മാസം അവസാനത്തോടെ റിലീസ് ചെയ്ത എമ്പുരാന്റെ ടീസറിന് വലിയ വരവേൽപ്പാണ് നമ്മുടെ യൂട്യൂബും സോഷ്യൽ മീഡിയയിലും തന്നെ നൽകിയത്. കാത്തിരിക്കാം എമ്പുരാന്റെ അടുത്ത 1.5 മാസങ്ങൾക്കിടയിൽ വരാനിരിക്കുന്ന വമ്പൻ പ്രൊമോഷന്റെ വാർത്തകൾക്ക്. നേരത്തെ ഒരു സമയം അടുത്തയാഴ്ച ഫെബ്രുവരി 14 തീയതി തിയേറ്ററുകളിലേക്ക് എത്തേണ്ടിരുന്നതായിരുന്നല്ലോ മമ്മൂക്കയുടെ ബസൂക്ക സിനിമയുടെ റിലീസ് മാറ്റിയെന്ന വിവരം ഒരു ദിവസം മുന്നേ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ബസൂക്കയുടെ പുതുക്കിയ റിലീസ് അപ്ഡേറ്റ് പുറത്തു വരുമ്പോൾ നേരത്തെ ഒരു ഘട്ടത്തിൽ ഏപ്രിൽ ആദ്യവാരം കൂടി റിലീസ് പ്ലാൻ ചെയ്ത സിനിമ നിലവിൽ ഏപ്രിൽ 10 എന്നൊരു റിലീസ് തീയതി ലോക്കാക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നൊരു അപ്ഡേറ്റാണ് അവസാനമായിട്ട് വന്നിരിക്കുന്നത്. ഇതോടെ മമ്മൂട്ടിയുടെ ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള ഒരു ഫെസ്റ്റിവൽ റിലീസിനായിട്ട് തയ്യാറെടുക്കുന്ന സിനിമ കൂടിയായിട്ട് ബസൂക്ക എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമ മാറുകയാണ്. ബസൂക്കയുടെ റിലീസ് ഇനി ആ ഡേറ്റിൽ നിന്ന് മാറ്റിയില്ലെങ്കിൽ ഒരു വമ്പൻ സംഭവം കൂടി ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസം നടക്കുക. ചരിത്രം ആവർത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. വർഷങ്ങൾക്ക് മുന്നേ 2019 ഈദ് വിഷു റിലീസായിട്ട് മമ്മൂട്ടി ലാലേട്ടൻ സിനിമകൾ അന്ന് ക്ലാഷ് റിലീസിനായിട്ട് എത്തിയിരുന്നല്ലോ. ലൂസിഫർ, മധുരരാജ എന്നീ 2 ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ് 2 ആഴ്ചകൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് വലിയ സിനിമകളായിട്ട് എത്തിയത്. അന്നത്തെ ആ ക്ലാഷിൽ ലൂസിഫർ വലിയ വിജയം നേടിയെടുക്കുന്ന, വേറെ ലെവൽ വിജയം നേടിയെടുക്കുന്ന, 100 കോടിയിലധികം കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് മാറുന്ന ഒരു കാഴ്ച നാം കണ്ടതാണ്. ഇപ്പോഴത്തെ വർഷങ്ങൾക്ക് ഇപ്പുറം ഈ 2025 വിഷു ഈദ് ക്ലാഷ് റിലീസായിട്ട് ലൂസിഫറിന്റെ 2ാം ഭാഗവും ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ അടുത്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ട് ബസൂക്കയും ക്ലാഷിനായിട്ട് എത്തുകയാണ്. ഇത്തവണയും ചരിത്രം ആവർത്തിക്കുമോ, ലാലേട്ടന്റെ സിനിമ തന്നെ വിജയിക്കുമോ എന്നാണ് ഇനി നാം ഉറ്റുനോക്കുന്നത്. എമ്പുരാനാണ് കൂട്ടത്തിൽ വലിയ പ്രതീക്ഷയുള്ള സിനിമ എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും മമ്മൂട്ടിയുടെ ബസൂക്ക എന്ന സിനിമയെ എഴുതി തള്ളാൻ സമയമായിട്ടില്ല. കാത്തിരിക്കാം സിനിമയുടെ അടുത്ത പ്രൊമോഷണൽ അപ്ഡേറ്റുകൾ കേട്ടാം. നിങ്ങൾ പ്രേക്ഷകരുടെ പ്രതീക്ഷകൾ എന്ത് താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തൂ.